ട്രാങ്കുലിഫൈ ചെയ്യുന്നുള്ളൂ, അദ്ദേഹത്തെ ശാന്തമാക്കുക. ഈ മയക്കുമടി വെക്കുന്നൊക്കെ അതുകൊണ്ടാണ്. ഈ വൈൽഡായിട്ട് നിൽക്കുന്ന ആനിമലിനെ, ആക്രമണകാരിയായി നിൽക്കുന്ന മൃഗത്തിനെ മയക്കുമടി വെച്ച് ശാന്തമാക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വേറൊരു കാര്യമുണ്ട്, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക. അരിക്കൊമ്പനെ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അങ്ങനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ വന്യമൃഗത്തിനെ കൊല്ലേണ്ട ആവശ്യമില്ല. എന്നാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ആവശ്യമെങ്കിൽ വന്യമൃഗത്തെ വേട്ടയാടുന്നതിന്, ഹണ്ട് ചെയ്യുന്നതിന് ഉത്തരവിടാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ആവശ്യം ഉദിക്കുന്ന പക്ഷം, വേറൊരു മാർഗമില്ലാത്ത പക്ഷം കൊല്ലുന്നതിന് പോലും ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം. ഇനി അടുത്ത ചോദ്യം, വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന, ഉദാഹരണത്തിന് സുൽത്താൻ ബത്തേരി നഗരസഭ അല്ലെങ്കിൽ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ജനവാസ മേഖല കൃഷി ചെയ്യുന്ന ആൾക്കാർ വഴിയിലൂടെ നടക്കാനിറങ്ങി, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി, പെട്ടെന്ന് ആനയോ അല്ലെങ്കിൽ പുലിയോ വന്ന് ആക്രമിച്ചു. നമുക്ക് പറയാൻ സാധിക്കുമോ പുലി ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയാനുള്ള സമയമില്ല. പെട്ടെന്ന് ആക്രമിക്കാനായിട്ട് വരിക. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഈ പുലിയും കടുവയൊക്കെ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ചെറിയ ആട്, കോഴി അല്ലെങ്കിൽ കുട്ടികളെ ഒക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട്, കാരണം എടുത്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പോകണം, ആ രീതിയിലാണുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ പുലി എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. നമ്മൾ പുലിമുരുകൻ സിനിമയില്ലാതെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഈ പുലി ആക്രമിക്കുന്നതും പുലിമുരുകൻ വന്ന് രക്ഷിക്കുന്നതും. അപ്പം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിക്കാൻ സമയമില്ലാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ആണെങ്കിൽ സെക്ഷൻ 11(2) അനുസരിച്ച് ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ ഡിഫെൻസ് ഓഫ് വൺസെൽഫ് ഓർ എനി അതർ പേഴ്സൺ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ വന്യമൃഗത്തിനെ കൊല്ലുന്നതിന് പോലുമുള്ള അവകാശം ഒരു പൗരനുണ്ട്. ഇറ്റ് ഷാൽ നോട്ട് ബി ആൻ ഒഫൻസ് എന്നാണ് നിയമത്തിൽ പറഞ്ഞത്. ഒരു കുറ്റമേ ആകുന്നില്ല. എപ്പോഴാണ് കാട്ടിൽ കയറി തോക്കുമായിട്ട് ചെന്ന് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതോ ചെന്ന് ഒരു വന്യമൃഗത്തിനെ വേട്ടയാടി കൊല്ലുമ്പോൾ ഈ പ്രൈവറ്റ് ഡിഫൻസ് വരില്ല. മറിച്ച് നിങ്ങളുടെ ജനവാസ മേഖലയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് വന്യമൃഗത്തിന് ആക്രമണം ഉണ്ടായി, വേറെ മാർഗമൊന്നുമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഒരാൾ സ്വയരക്ഷയ്ക്കോ മറ്റുള്ളൊരാളെ രക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ട് നല്ല സതുദ്ദേശത്തോടു കൂടി ഉത്തമ വിശ്വാസത്തോടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ പോലും അറിയിക്കാൻ സമയമില്ലാത്ത ആ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഒരു പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. അത് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം വന്യമൃഗത്തെ കൊല്ലുന്നത് കുറ്റകരമല്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ സ്വയരക്ഷയ്ക്കാണോ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഈ വന്യമൃഗത്തെ കൊന്നത് എന്നുള്ളത് അത് ചെയ്യുന്നവർ തെളിയിക്കേണ്ടി വരും. നിയമം അനുസരിച്ച് ഒരാൾ പ്രൈവറ്റ് ഡിഫൻസ് എടുത്തു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ചുമതല ആ വ്യക്തിക്കാണ്. ഇനി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഒരു വ്യക്തിയെ ആനയോ വന്യമൃഗമോ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കൂ എന്നും ഒരു ആരോപണമുണ്ട്. അത് ശരിയല്ല. ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ഓർ പ്രോപ്പർട്ടി എന്ന വാക്കാണ് സെക്ഷൻ 11 ഉപയോഗിക്കുന്നത്. അതായത് മനുഷ്യജീവന് ആപത്ത് വരുത്തുന്നതാണ് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തോന്നിയാൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക്, അവരുടെ കൃഷിക്ക്, സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന വാക്ക് തന്നെ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷിക്ക് തടസ്സം വരുന്നതാണെങ്കിൽ പോലും ഉചിതമായ നിയമ നടപടി എടുക്കുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിരിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരാളെ കാട്ടാനെ ആക്രമിച്ചു കൊന്നു, അല്ലെങ്കിൽ പരുക്കേൽപ്പിച്ചു, അല്ലെങ്കിൽ പുലി ഒരാളെ പിടിച്ചു കൊന്നു, അല്ലെങ്കിൽ കടുവ പിടിച്ചു, എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, സർക്കാരിലേക്ക് നിവേദനം കൊടുക്കാം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിക്കുമ്പോൾ അതിന് പബ്ലിക് ലോ റെമഡി എന്നാണ് പറയുക. ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് തർക്കമുണ്ടെങ്കിൽ അതിന് പ്രൈവറ്റ് ലോ റെമഡി എന്ന് പറയും. എന്നാൽ സ്റ്റേറ്റിന്, ഗവൺമെൻറ്റിനെതിരായിട്ട് നമ്മൾ ഒരു കേസ് കൊടുക്കുന്നതിന് പബ്ലിക് ലോ റെമഡി എന്നാണ് പറയുന്നത്. അങ്ങനെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് പെറ്റീഷനായിട്ട് നഷ്ടപരിഹാരത്തിനും കേസ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പൊതുസ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ റവന്യൂ ലാൻഡിൽ വെച്ച്, അല്ലെങ്കിൽ ജനവാസ മേഖലയിലാണ് ഈ വന്യമൃഗം ആക്രമിച്ചതെന്ന് തെളിയിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ കടക്കാതെ നോക്കേണ്ട ചുമതല ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റിനുണ്ട്.
ഞാൻ മുമ്പ് പറഞ്ഞ കേസിനകത്ത് വഴിയെ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴാണ് കാട്ടാന ഒന്ന് ആക്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗവൺമെൻറ്റോ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോ മതിയായ സംരക്ഷണം പൊതുജനങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറാകാതെ അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയാതെ വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മതിയായ നഷ്ടപരിഹാരത്തിന് നിങ്ങൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് ഹർജി ബോധിപ്പിക്കാവുന്നതാണ്. ഇത് കൂടാതെ സർക്കാരിലേക്ക് ഈ വിവരം അറിയിച്ചാൽ സർക്കാരിന് തന്നെ നിവേദനം സ്വീകരിച്ച് നിങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം തരുന്നതിന് ഇടയാകും. അടുത്തിടെ വയനാട്ടിൽ നടന്ന വന്യജീവി ആക്രമണത്തെ തുടർന്ന് കർണാടക ഗവൺമെൻറ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉത്തരവിട്ടു എന്ന് ഞാൻ കേട്ടു. കൂടാതെ കേരള ഗവൺമെൻറ്റിനും അതുപോലെ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അതിപ്പം ഗവൺമെൻറ് തന്നെ നഷ്ടപരിഹാരം കൊടുക്കാം, പബ്ലിക് റെമഡി. അത് തന്നില്ലെങ്കിൽ മാത്രം കോടതിയിൽ പോയാൽ മതിയാവും. ഇതിൽ പ്രസക്തമായ ഒരു കാര്യം, ഈ വന്യജീവി ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയും. പല വന്യമൃഗങ്ങളും എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാട് തന്നെ ഇല്ലാതാവുകയാണ്. മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ നിമിത്തം കാട് വെട്ടിത്തെളിച്ചും വനം നശിപ്പിച്ചും വനത്തിൽ കയറി വനവിഭവങ്ങളും വന്യജീവികളെയും വേട്ടയാടിയും ആനക്കൊമ്പിനും അല്ലെങ്കിൽ പുലിത്തോലിനും മറ്റുമൊക്കെ ആയിട്ട് വേട്ടയാടി പലപ്പോഴും പല വന്യജീവികളും എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വനവിഭവങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം നിലനിന്നില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒന്നും തന്നെ ലഭ്യമാകാതെ വരും. അതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുന്നതിന്, ജൈവ വൈവിധ്യം പ്രിസർവ് ചെയ്യുന്നതിന് വനം സംരക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യം. കൂടാതെ ഇക്കോളജി, എൻവിറോൺമെൻറ്റ് ഇതൊക്കെ സംരക്ഷിക്കുന്നതിനും ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 അനുസരിച്ച് ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വന്യജീവികളും അങ്ങനെ തന്നെ. ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെരിയാർ ടൈഗർ റിസർവിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ കടുവയെ പ്രത്യേകം സംരക്ഷിക്കുന്നതിനുള്ളതായ നിയമവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ എറണാകുളത്ത് മംഗളവനം, അത് ബേർഡ് സാങ്ച്വറിയാണ്, പക്ഷി സങ്കേതം, അത് പ്രത്യേക നിയമപ്രകാരം അത് സംരക്ഷിക്കുന്നു. ഇങ്ങനെ ഈ ബയോഡൈവേഴ്സിറ്റി ഭാഗമായിട്ട് ടൈഗർ റിസർവ്, ബേർഡ് സാങ്ച്വറി, നാഷണൽ പാർക്ക് ഇതുപോലുള്ളവ സംരക്ഷിക്കുന്നത് കൊണ്ട് ഭാവിയിലേക്ക് നമ്മുടെ പരിസ്ഥിതി ഇക്കോളജിയൊക്കെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഇതൊക്കെ സഹായകരമാകും. എന്നാൽ ഒരു വന്യജീവികളുടെ ആക്രമണം കൊണ്ട് മനുഷ്യർക്ക് പരുക്കും അവരുടെ ജീവൻ പൊലിയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വന്യജീവികളെ സംരക്ഷിക്കണം, വനത്തെ സംരക്ഷിക്കണം, അതോടൊപ്പം മനുഷ്യനെയും സംരക്ഷിക്കണം. ഇപ്പം പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, ആനയെ കൊന്നാൽ കേസാണ്, പക്ഷേ ആന ഒരാളെ കൊന്നാൽ കേസില്ല. അപ്പോൾ അതും ആകരുത്. മനുഷ്യജീവനും സംരക്ഷിക്കപ്പെടണം, അതേസമയം വനവിഭവങ്ങളും വന്യജീവികളും സംരക്ഷിക്കപ്പെടണം. അപ്പം നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും ചെയ്താൽ സെക്ഷൻ 51 ഓഫ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നിയമ നടപടി എടുക്കാവുന്നതാണ്. 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയോ അല്ലെ രണ്ടും കൂടിയോ കോടതി വിധിക്കാവുന്നതാണ്. പ്രത്യേകമായിട്ടുള്ള ഫോറസ്റ്റ് കോടതി ഉണ്ടാകും. ഇപ്പം നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ല, കൂടാതെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, ഇവിടെയൊക്കെ ഫോറസ്റ്റ് കോടതികളൊന്നും ഞാൻ ഹാജരായിട്ടുമുണ്ട്. അപ്പം അവർ ഫോറസ്റ്റ് ഒഫൻസ് ഡീൽ ചെയ്യുന്ന ഇത്തരം കോടതികളുള്ളത്. എന്നാൽ സെക്ഷൻ 12 അനുസരിച്ച് വന്യജീവികളെ ഹണ്ട് ചെയ്യുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശിക്കാവുന്നതാണ്. അതിന് പ്രത്യേകമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചിൻ്റെ ഭാഗമായി സയൻറ്റിഫിക് റിസർച്ച്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് പെർമിറ്റ് തരികയാണെങ്കിൽ നിങ്ങൾ വനത്തിൽ കയറി ഹണ്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് അവസരമുണ്ടായിരിക്കും. ഇതുകൂടാതെ വന ഉൽപ്പന്നങ്ങൾ, അത് പ്രത്യേകമായി ലൈസൻസ്, സെക്ഷൻ 44 അനുസരിച്ച് ലൈസൻസ് വേണം. അങ്ങനെ ലൈസൻസ് ഉള്ളവർക്ക് വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന അധികാരമുണ്ടാവും. ലൈസൻസ് ഇല്ലാതെ വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്നത് ശരിയല്ല. എന്നാൽ ആരെങ്കിലും അഗ്രീഡ് ആണ് സെക്ഷൻ 46 അനുസരിച്ച് അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വനജീവികളെയും സംരക്ഷിക്കാം, വനത്തെ സംരക്ഷിക്കാം, മനുഷ്യരെയും സംരക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ ഉചിതമായ ഒരു ഇക്കോളജി അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പെരിയാർ ടൈഗർ റിസർവിൽ ഞാൻ നേരിട്ട് പോയി ഹൈക്കോടതിയിലെ ലോയേഴ്സ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോറം ലീഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയി അവിടെ താമസിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വനത്തിൻ്റെ നടുക്ക് അവിടെ പോയി താമസിച്ച് വിത്ത് പെർമിഷൻ താമസിക്കുകയും ഗവിയിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ഈ വനം എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, പലർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടട്ടെ,
അതോടൊപ്പം വനം സംരക്ഷിക്കപ്പെടട്ടെ, വന്യജീവികൾ സംരക്ഷിക്കപ്പെട്ട ഇതോടൊപ്പം തന്നെ മനുഷ്യരുടെ സുരക്ഷിതത്വവും ക്ഷേമവും സംരക്ഷിക്കപ്പെടണം. അവരുടെ കൃഷിസ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ കുടുംബം സംരക്ഷിക്കപ്പെടണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉചിതമായ നിയമ നടപടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വിഷയമായി ഞാൻ കടന്നു വരുന്നതാണ്. നന്ദി, നമസ്കാരം.